വേർപാട് എന്ന വാക്കിൻ്റെ പ്രധാനപ്പെട്ട മൂലപദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് ഇനി നാം ചിന്തിക്കുന്നത്. വേർപാട് എന്ന വാക്കിൻ്റെ പ്രധാന അർത്ഥങ്ങൾ വിയോഗം, അകൽച്ച, പിരിയൽ, വിട്ടുപോകൽ എന്നിവയാണ്. പ്രിയപ്പെട്ടവരിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ വേർപിരിയുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആത്മീകമായി, ധാർമ്മികമായി, ശാരീരികമായി ഈ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും പാപപ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഇത്. ബൈബിളിൽ വേർപാട്, വിശുദ്ധീകരണം തുടങ്ങിയ ആശയങ്ങളെ കുറിക്കുന്ന അനേക പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് താഴെ പറയുന്നത്. ബൈബിളിൽ വേർതിരിവ് എന്നതിൻ്റെ പ്രാഥമിക എബ്രായ മൂലപദം ബാദൽ എന്ന വാക്കാണ്. വിഭജിക്കുക, വേർതിരിക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കുന്നതിന് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുക, വിശുദ്ധമായതിനെ അശുദ്ധമായതിൽ നിന്നും വേർതിരിക്കുക തുടങ്ങി പലയിടങ്ങളിലും ഈ പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാന പദം നാസിർ എന്ന പദമാണ്. വേർതിരിക്കപ്പെടുക, സമർപ്പിക്കപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. പരത് എന്ന വാക്കാണ് പലപ്പോഴും ശാരീരികമായ വേർപിരിയലിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന എബ്രായ പദമാണ് ഖാദോഷ് എന്ന പദം. വിശുദ്ധൻ, വേർതിരിക്കപ്പെട്ടത്, ദൈവത്തിനായി മാറ്റിവെക്കപ്പെട്ടത് തുടങ്ങിയ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. പുതിയ നിയമത്തിൽ ഹാഗിയാസ്മോസ് എന്ന ഗ്രീക്ക് പദം ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം വിശുദ്ധീകരണം, വേർപാട് തുടങ്ങിയവയാണ്. പാപത്തിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും വേർപെട്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന അവസ്ഥയെ ഇത് കാണിക്കുന്നു. പുതിയ നിയമത്തിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രീക്ക് പദമാണ് അഫോരിസോ എന്ന പദം. ഇതിൻ്റെ അർത്ഥം വേർതിരിക്കുക, അതിർത്തി നിശ്ചയിക്കുക തുടങ്ങിയവയാണ്. ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരാളിനെയോ വസ്തുവിനെയോ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെയോ അല്ലെങ്കിൽ നിയോഗിക്കുന്നതിനെയോ ഈ വാക്കുപയോഗിച്ച് പറയുന്നു. റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെടുക എന്നതിന് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു ഗ്രീക്ക് വാക്കാണ് എക്ലസിയ എന്നത്. അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. ലോകത്തിൽ നിന്ന് ദൈവത്തിനായി വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമാണിത്. മറ്റൊരു ഗ്രീക്ക് പദമാണ് ചോർസോ എന്ന പദം. വിട്ടുപോകൽ, വേർപിരിയൽ അല്ലെങ്കിൽ വിഭജിക്കൽ തുടങ്ങിയ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള വേർപിരിയലിനെക്കുറിച്ച് പറയുവാൻ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധമോ അതുല്യമോ ആയ ഉദ്ദേശങ്ങൾക്കായി എന്തെങ്കിലും വേർതിരിക്കുന്ന ഒരു മനഃപൂർവമായ പ്രവർത്തനത്തെയാണ് ഈ ആശയം പലപ്പോഴും സൂചിപ്പിക്കുന്നത്. ബൈബിളിൽ വേർപാട് എന്ന് പറയുന്നത് കേവലം ശാരീരികമായി അകലം പാലിക്കുക എന്ന നിലയിലല്ല, മറിച്ച് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജീവിതമാണിത്. ലോകമോഹങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, പാപസ്വാധീനങ്ങളിൽ നിന്ന്, ദുരുപദേശങ്ങളിൽ നിന്ന് വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.